കടുക് തൂമിക്ക, ഉണ്ടമുളക്, കരിവേപ്പിൻ്റെ ഇല, മല്ലിപ്പൊടി, മുളക് പൊടി, സ്പൈസി പൊടി, പിന്നെ എന്തോ ഒരു മന കെട്ടിച്ച പൊടിയോ. അങ്ങനെ മൂന്നും കൂടി ഇതേമാതിരി നല്ലോണം പാട്ടാം. കേക്ക് എടുത്ത ചിക്കൻ ഇതുപോലെ 1 കിലോ ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. മുളകൊക്കെ നമ്മൾ നേരത്തെ വാട്ടി എടുത്തില്ല, അത് ഇങ്ങനെ ആക്കാം. ചിക്കനിലിട്ടിട്ട് നല്ല ചൂടുണ്ടാവും. ചേമ്പിലെ ചൂടാണ്, മന കെട്ടിച്ച ചൂട്. നന്നാക്കി കുഴക്കാം. നന്നാക്കി കുഴച്ചല്ല അറിയാലോ, നന്നാക്കി കുഴക്കാൻ. മാഷാ അല്ലാഹ്, നന്നാക്കി ആയി കിട്ടിയിട്ടുണ്ട്. 3 വെല്ലുള്ളി, 3 ഇതിന് വരുന്ന 2 പച്ചമുളക് നല്ലതും 1 പച്ചമുളക് ചീഞ്ഞതും, പിന്നെ കൊത്തമ്പാലി, പിന്നെ തക്കാളി 2 തക്കാളി ഫുള്ളും, 1 തക്കാളി ചീഞ്ഞതാണെങ്കിൽ അതിൻ്റെ പകുതിയും. ഓക്കെ. പിന്നെ ഈ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ കറുപ്പ് പാൻറ്റും ഈ കളറ് ടീഷർട്ടും നിർബന്ധമാണ് കേട്ടോ. ഇതന്നെ വേണം. പിന്നെ എടുക്കുമ്പോൾ അലൂമിനിയത്തിൻ്റെ തവൻ എടുക്കാൻ നോക്കണം, അതാകുമ്പോൾ പെട്ടെന്ന് മരിച്ചു പോകാൻ നല്ലതാണ്. പിന്നെ ഉള്ളി തക്കാളി ഒക്കെ ഇട്ടിട്ട് ഇതുപോലെ നല്ല വാട്ടാം. ഞാൻ കുറച്ചും കൂടെ മുളകുണ്ട്, കാരണം ഇത്ര തൃപ്തി കുറവുണ്ട്. മല്ലിപ്പൊടി, പിന്നെ ഇതെന്ത് പൊടിയാണെന്നല്ല, പണ്ട് വാങ്ങി വെച്ചാണ്, ചേർക്കണം. ഓക്കെ. കുറച്ച് നല്ല ജീരകം ഇതിട്ടിട്ട് നന്നായിട്ട് ഒന്നുകൂടി വാറ്റാം. അതിനിടയിൽ ഓക്കെ, നേരത്തെ നമ്മൾ മസാല ഇട്ട് വെച്ച ചിക്കന് ഒന്ന് നന്നാക്കി ഇളക്കിയിട്ട് ഈ സാന്തിലേക്ക് ഇങ്ങനെ ഈ തവൻ്റെ അപ്പുറത്തും ഇപ്പുറത്തായിട്ട് ഇട്ടുകൊടുക്കണം. അത് മറക്കരുത്. ഈ മൂലയിൽ കുറച്ച്, ഇവിടെ കുറച്ച്, ഇതൊക്കെ ഇപ്പോൾ എന്തോ കളറയക്കുന്നു. റെഡിയാവും ശരിക്കും. ഓക്കെ. ഞാൻ ഇട്ട മസാല ഉള്ളി എല്ലാം നന്നാക്കി പറ്റി പിടിക്കുന്ന ലെവലിൽ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതേമാതിരി ഒരു 4 അടി അടിക്കണം. 4 അടി അടിക്കാൻ മറക്കരുത്. പിന്നെ ഇതൊക്കെ അങ്ങോട്ട് ഇതാക്കിയിട്ട് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തവ ഉണ്ടാവും. ഇതിങ്ങനെ നല്ല വൃത്തിയാക്കി കഴിയിട്ട് ഇതുകൊണ്ട് തന്നെ ഈ മൂടി ഇങ്ങനെ ഇതാക്കാം. എന്നിട്ട് ഇതാണ്ട് മൂടി വെക്കാം. എന്നിട്ട് എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ കിടക്കുന്ന പാത്രങ്ങളുണ്ടല്ലോ, ഇതൊക്കെ ഞാൻ ഒന്ന് കേക്ക് വെച്ചിട്ട് വരും. ഓക്കെ. ഈ വെള്ളം ഫുള്ള് വറ്റിക്കണം. വറ്റിച്ച് തിന്നണം. അങ്ങനെ വർഷങ്ങളുടെ എൻ്റെ പ്രയത്ന ഫലമായി ഞാനൊരു ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട്. കണ്ടിട്ടില്ല, കുഴപ്പമൊന്നുമില്ല, നല്ല മണമൊക്കെ വരുന്നുണ്ട്. ബാക്കി ഞാൻ തിന്നിട്ട് പറയാം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയ ചിക്കൻ കറി പോരായിരുന്നിട്ടാ, പക്ഷേ ഇത് ഞാൻ പറഞ്ഞു തരാം. ഇതെങ്ങനെ ഉണ്ടെന്ന് ഞാൻ പറയാം. സത്യസന്ധമായിരിക്കും, വെറുതെ സൂപ്പറാണെന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ. ചോറുണ്ട്, ഇന്നലെ ഉണ്ടാക്കിയ ചോറാണ്. ഇവിടെ കേട് വരില്ല, അബുദാബിയിൽ തണുപ്പൊക്കെ ഉള്ളതല്ലേ, കേട് വരില്ല. ചൂടാക്കിയിട്ട് അത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ചിക്കൻ ചീഞ്ഞതും സലാഡ് ചോറ് കൂട്ടിങ്ങാണ്ട് നോക്കട്ടെ, എങ്ങനെ നോക്കട്ടെ. കൊള്ളാം. ഞാൻ വിചാരിച്ച അത്ര സൂപ്പറായിട്ട് ചെയ്യാം, എന്നാലും കൊള്ളാം. പരീക്ഷിച്ച് നോക്കാം. പിന്നെ സബ്സ്ക്രൈബ് ഒന്ന് ചെയ്യണം. ഓക്കെ, ശരി എന്നാൽ.